ഹായ് ഓൾ, iPlus ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് നമ്മുടെ HSA ആൻഡ് ഫിംഗർ പ്രിൻറ്റിന് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ ആ ഒരു സീരീസാണ്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ചോദ്യത്തിലോട്ട് പോവാം. ഒന്നാമത്തെ ചോദ്യം നോക്കുക. ഗൺ മെറ്റൽ ഈസ് ആൻ അലോയ് ഓഫ്. ഗൺ മെറ്റൽ എന്ന് പറയുന്നത് ഏതൊക്കെ മെറ്റൽസിൻ്റെ അലോയ് അല്ലെങ്കിൽ ഏതൊക്കെ മെറ്റൽസ് ചേർന്നിട്ടുള്ള അലോയിയാണ് നമ്മൾ ഗൺ മെറ്റൽ എന്ന് പറയുന്നത്. ഇതാണ് ചോദ്യം. ഓക്കെ, കോപ്പർ, നിക്കൽ, ടിന്ന്, സിൽവർ, നിക്കൽ, കോപ്പർ, സിൽവർ, നിക്കൽ, കോപ്പർ, സിങ്ക്, ടിന്ന്. ഇതിൽ ഏതാണ് ഗൺ മെറ്റലിൻ്റെ അലോയ് എന്നാണ് ചോദ്യം. ഓക്കെ, ഗൺ മെറ്റൽ എന്ന് പറയുന്ന അലോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മെറ്റൽസ് എന്നാണ് ചോദ്യം. അപ്പം നമ്മുടെ ഈ അലോയ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇപ്പം നിക്രോം, എൽനിക്കോ, അങ്ങനെ പല അലോയ്സ് തന്നിട്ട് ഇതിൽ കോമ്പിനേഷൻസ് ആയിട്ട് വരുന്നത് ആരൊക്കെയാണ്? ഇപ്പോൾ ബ്രാസ്, ബ്രോൺസ് ഒക്കെ നമുക്ക് സാധാരണ തിരിഞ്ഞു പോകുന്നതാണ്. അതൊക്കെ റിപ്പീറ്റഡ്ലി പല എക്സാംസിനും ചോദിക്കുന്നതാണ്. അപ്പം നമുക്ക് രണ്ട് രീതിയിലും ചോദിക്കാറുണ്ട്. ചിലപ്പോൾ നമുക്ക് ചോദിക്കും സിങ്ക് പ്ലസ് കോപ്പർ കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്ന അലോയ് ഏതാണ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. ചിലപ്പോൾ നമ്മളോട് ചോദിക്കും ബ്രാസിനകത്ത് ഏതൊക്കെ മെറ്റൽ കോമ്പിനേഷൻസ് ആണ് വരുന്നത്, ആ രീതിയിലും ചോദിക്കും. അപ്പം ഞാനിവിടെ പ്രധാനപ്പെട്ട കുറച്ച് അലോയ്സും അതിൻ്റെ കോമ്പോസിഷനും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ അത്യാവശ്യം അതൊന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. അത്യാവശ്യം ഈ കൊടുത്തിരിക്കുന്ന ഇത്രയെങ്കിലും അത്യാവശ്യം ഈ കൊടുത്തിട്ടുള്ള ഇത്രയും അലോയ്സും അതിൻ്റെ കോമ്പോസിഷൻസും എങ്കിലും ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഞാനിപ്പോൾ അത്യാവശ്യം നമ്മുടെ എക്സാംസിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളതെല്ലാം ഒരുവിധം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയെങ്കിലും നിങ്ങൾ അത്യാവശ്യം ഒന്ന് നോക്കി വെച്ചേക്കുക. അപ്പോൾ രണ്ട് രീതിയിലും ചോദിക്കും. ഇപ്പോൾ ഇങ്ങനെയും ചോദിക്കും, കോപ്പറും ടിന്നിൻ്റെയും കോമ്പിനേഷൻ വഴി ഫോം ചെയ്യുന്ന അലോയ് ഏത്, അല്ലെന്നുണ്ടെങ്കിൽ ബ്രാസിനകത്ത് ഏതൊക്കെ മെറ്റൽസിൻ്റെ കോമ്പോസിഷനാണ് വരുന്നത്, അങ്ങനെ രണ്ട് രീതിയിലും ചോദിക്കും കേട്ടോ. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും തിരിച്ചും മറിച്ചും ചോദിച്ചാലും നമുക്ക് എഴുതാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം പ്രധാനപ്പെട്ട അലോയ്സും അവരുടെ കോമ്പോസിഷൻസും എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. യൂഷ്വലി എല്ലാവർക്കും തിരിഞ്ഞു പോകുന്ന രണ്ടെണ്ണമാണ് ബ്രാസും ബ്രോൺസും. സ്ഥിരമായിട്ട് നമ്മുടെ പല എക്സാംസിനും അവർ മാറ്റിയും തിരിച്ചും ചോദിക്കുകയും ചെയ്യും. അപ്പോൾ ബ്രാസിൻ്റെ അകത്ത് വരുന്ന കോമ്പോസിഷൻ എന്ന് പറയുന്നത് കോപ്പറും സിങ്ക് ആണ്. ബ്രോൺസിനകത്ത് വരുന്നത് കോപ്പറും ടിന്നും ആണ്. ഓക്കെ, തിരിഞ്ഞു പോരുതേ. ബ്രാസിനകത്ത് വരുന്നത് കോപ്പറും സിങ്ക് ആണ് ആൻഡ് ബ്രോൺസിനകത്ത് വരുന്നത് കോപ്പറും ടിന്നും ആണ്. ഓക്കെ, ദെൻ അടുത്തത് ജർമ്മൻ സിൽവർ. ഇതും ചോദിച്ചു കണ്ടിട്ടുള്ളതാണേ. ജർമ്മൻ സിൽവറിനകത്ത് വരുന്നത് കോപ്പർ, സിങ്ക്, നിക്കൽ. കോപ്പർ, സിങ്ക്, നിക്കൽ. നമ്മളെ തെറ്റിക്കാനായിട്ട് സിൽവറൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ സിൽവറൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും. പക്ഷേ അല്ല, കോപ്പറും സിങ്കും നിക്കലും ആണ് ജർമ്മൻ സിൽവറിൻ്റെ കോമ്പോസിഷനകത്ത് വരുന്നത് കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചേക്കണേ. അടുത്ത ബെൽ മെറ്റലും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു HSAയുടെ എക്സാമിന് തന്നെയാണെന്ന് തോന്നുന്നു. ലാസ്റ്റ് ടൈമിൽ നടന്ന ഏതോ 16-ലോ 18-ലോ HSAയുടെ എക്സാമിനാണെന്ന് തോന്നുന്നു. ബെൽ മെറ്റൽ എന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബെൽ മെറ്റലിനകത്ത് വരുന്നത് കോപ്പറും ടിന്നും ആണ്. നമ്മുടെ ബ്രോൺസിൻ്റെയും ബെൽ മെറ്റലിൻ്റെയും സെയിം കോമ്പോസിഷനാണ്. കോപ്പറും ടിന്നും ആണ് കോമ്പോസിഷൻ വരുന്നത്. അടുത്തത് സ്റ്റെയിൻലെസ് സ്റ്റീൽ. സ്റ്റെയിൻലെസ് സ്റ്റീലിനകത്ത് വരുന്നത് അയൺ ഉണ്ട്, ക്രോമിയം ഉണ്ട്, നിക്കൽ ഉണ്ട്, കാർബൺ ഉണ്ട് കേട്ടോ. സ്റ്റെയിൻലെസ് സ്റ്റീലിനകത്ത് വരുന്ന കോമ്പോസിഷൻ എന്ന് പറയുന്നത് അയൺ ഉണ്ട്, ക്രോമിയം ഉണ്ട്, നിക്കൽ ഉണ്ട്, കാർബൺ ഉണ്ട്. ഓക്കെ, അടുത്തത് ഗൺ മെറ്റൽ. ഗൺ മെറ്റലിനകത്ത് വരുന്ന കോമ്പോസിഷൻ എന്തൊക്കെയാണ്? കോപ്പർ ഉണ്ട്, ടിന്നുണ്ട്, സിങ്ക് ഉണ്ട്. കോപ്പർ ഉണ്ട്, ടിന്നുണ്ട്, സിങ്ക് ഉണ്ട്. ഓക്കെ, അടുത്തത് ഡഷ് മെറ്റൽ. ഡഷ് മെറ്റലിനകത്ത് വരുന്ന കോമ്പോസിഷനാണ് കോപ്പറും സിങ്കും. നമ്മുടെ ബ്രാസിനകത്ത് വരുന്ന സെയിം കോമ്പോസിഷൻ തന്നെയാണ് ഡഷ് മെറ്റലിനകത്ത് വരുന്നത്, കോപ്പറും സിങ്കും. ഓക്കെ, അടുത്തത് ഡെൽറ്റ മെറ്റൽ. ഡെൽറ്റ മെറ്റലിനകത്ത് വരുന്നതാണ് കോപ്പർ, സിങ്ക്, അയൺ. കോപ്പർ, സിങ്ക്, അയൺ. ദെൻ നിക്രോമിനകത്ത് വരുന്നതാണ് നിക്കൽ, ക്രോമിയം, അയൺ. ഓക്കെ, നിക്രോമിനകത്ത് വരുന്നതാണ് നിക്കൽ, ക്രോമിയം, അയൺ. ദെൻ എൽനിക്കോയ്ക്കകത്ത് വരുന്നതാണ് അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്. അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്. അപ്പോൾ നോക്കി വെച്ചേക്കുക എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിലൊന്നും സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാം നോക്കിയേക്കാം. നമുക്ക് മാറ്റി മറിച്ച് ഏത് വേണേലും നമ്മുടെ പരീക്ഷകൾക്ക് ചോദിക്കാം കേട്ടോ. അപ്പോൾ ബ്രാസിനകത്ത് വരുന്ന കോമ്പിനേഷൻ കോപ്പർ, സിങ്ക്. ബ്രോൺസിനകത്ത് വരുന്നത് കോപ്പർ, ടിന്ന്. ദെൻ ജർമ്മൻ സിൽവറിനകത്ത് വരുമ്പോൾ കോപ്പർ, സിങ്ക്, നിക്കൽ. ദെൻ അടുത്തത് ബെൽ മെറ്റൽ. ബെൽ മെറ്റലിനകത്ത് വരുമ്പോഴത്തേന് കോപ്പർ, ടിന്ന്. ദെൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുമ്പോഴത്തേന് അയണ്, ക്രോമിയം, നിക്കൽ, കാർബണ്. ദെൻ അടുത്തത് ഗൺ മെറ്റൽ. ഗൺ മെറ്റൽ വരുമ്പോൾ കോപ്പർ, ടിന്ന്, സിങ്ക്. ഓക്കെ, അടുത്ത ഡഷ് മെറ്റൽ. ഡഷ് മെറ്റൽ വരുമ്പോൾ കോപ്പർ, സിങ്ക്. ദെൻ ഡെൽറ്റ മെറ്റൽ വരുമ്പോൾ കോപ്പർ, സിങ്ക്, അയണ്. ദെൻ നിക്രോം വരുമ്പോൾ നിക്കൽ, ക്രോമിയം, അയണ്. ആൻഡ് അൽനിക്കോ വരുമ്പോൾ അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്. ഓക്കെ, ഇത്ര എണ്ണം നിങ്ങൾ
പഠിച്ചു വെച്ചിരിക്കുക, നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരുന്നു ചോദിച്ചിരുന്നത്? ഗൺ മെറ്റൽ. ഗൺ മെറ്റൽ ഈസ് ആൻ അലോയ് ഓഫ്. ഗൺ മെറ്റലിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? കോപ്പർ, ടിന്ന്, സിങ്ക് അല്ലേ? അപ്പോൾ കോപ്പർ, ടിന്ന്, സിങ്ക്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. കോപ്പർ, ടിന്ന്, സിങ്ക്. ഓക്കെ ആണേ, അപ്പം അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. എലമെൻറ്റ് വിത്ത് മാക്സിമം ഇലക്ട്രോൺ അഫിനിറ്റി. അപ്പോൾ തന്നിട്ടുള്ളതിൽ ഇലക്ട്രോൺ അഫിനിറ്റി ഏറ്റവും മാക്സിമം ആയിട്ടുള്ള എലമെൻറ്റ് ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഫ്ലൂറിൻ ആണോ, ക്ലോറിൻ ആണോ, ഓക്സിജൻ ആണോ, നൺ ഓഫ് ദി എബവ് ആണോ? ഓക്കെ, എലമെൻറ്റ് വിത്ത് മാക്സിമം ഇലക്ട്രോൺ അഫിനിറ്റി. ഇലക്ട്രോൺ അഫിനിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇലക്ട്രോൺ അഫിനിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് ആൻസറിലോട്ട് പോവാം. നോക്കിക്കേ, എന്താണ് ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറഞ്ഞാൽ? നമ്മൾ കുറേ പീരിയോഡിക് പ്രോപ്പർട്ടീസ് പഠിക്കാറുണ്ട് അല്ലേ? അയണൈസേഷൻ എനർജി, അതുപോലെ ഇലക്ട്രോൺ അഫിനിറ്റി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് പീരിയോഡിക് പ്രോപ്പർട്ടീസ് പഠിക്കാറുണ്ട്. അപ്പോൾ ഈ പീരിയോഡിക് പ്രോപ്പർട്ടീസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. എന്താണ് അയണൈസേഷൻ എനർജി, എന്താണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, എന്താണ് ഇലക്ട്രോൺ അഫിനിറ്റി, ഈ കൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ ഒരു ഗ്രൂപ്പിലും ഒരു പീരീഡിലും എങ്ങനെയാണ് ഈ പറയുന്ന ഓരോ പീരിയോഡിക് പ്രോപ്പർട്ടീസും വേരി ചെയ്യുന്നത് എന്നുള്ളതും നോക്കി വെച്ചേക്കാം. നമുക്ക് ചോദിക്കുന്നതാണ്. നമുക്കിപ്പം ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, എന്നിട്ട് ക്ലോറിൻ, ഫ്ലൂറിൻ, ബ്രോമിൻ, ബ്രോമിൻ, അയഡിൻ, ഫ്ലൂറിൻ, ഇങ്ങനെ പല രീതിയിൽ തന്നിട്ട് ഇതിൽ കൃത്യമായിട്ട് ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയുടെ ഓർഡർ ചെയ്ത് അല്ലെങ്കിൽ ഇലക്ട്രോൺ അഫിനിറ്റിയുടെ കൃത്യമായിട്ടുള്ള ഓർഡർ ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും. അപ്പോൾ നമുക്ക് എലോങ് ദി പീരീഡും എലോങ് ദി ഗ്രൂപ്പും ഈ പറഞ്ഞിട്ടുള്ള അറ്റോമിക് സൈസ് ആയിക്കോട്ടെ, അയണൈസേഷൻ എനർജി ആയിക്കോട്ടെ, ന്യൂക്ലിയർ ചാർജ് ആയിക്കോട്ടെ, ഇലക്ട്രോൺ അഫിനിറ്റി ആയിക്കോട്ടെ, ഇത് ഓരോന്നും എങ്ങനെ വേരി ചെയ്യുന്നു എന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ അത് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത കാര്യം, ഇപ്പോൾ ഗ്രൂപ്പിൽ പീരീഡിൽ ഇപ്പോൾ ഇൻക്രീസ് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു എന്ന് പഠിച്ചിരുന്നാലും ഓരോ പീരിയോഡിക് പ്രോപ്പർട്ടീസിനും കുറേ എക്സെപ്ഷൻസ് കാണും. അതിപ്പോൾ എല്ലാവരുടെ കേസിൽ ഇപ്പോൾ അയണൈസേഷൻ എനർജി പറയുമ്പോഴായിക്കോട്ടെ, ഇലക്ട്രോൺ അഫിനിറ്റി പറയുമ്പോഴായിക്കോട്ടെ, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പഠിക്കുന്ന സമയത്തായിക്കോട്ടെ, നിങ്ങൾക്ക് കാണാം ചില എലമെൻറ്റ്സ് എക്സെപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഇപ്പം എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പം സൈസ് യൂഷ്വലി കുറഞ്ഞു വരികയാണ്. അയണൈസേഷൻ എനർജി കൂടി വരികയാണ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? ഇപ്പം നൈട്രജൻ കഴിഞ്ഞാണ് ഓക്സിജൻ വരുന്നത്. അപ്പം ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ അയണൈസേഷൻ എനർജി കൂടിയാണ് വരുന്നത്. അപ്പം നൈട്രജൻ കഴിഞ്ഞ് ഓക്സിജൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് നൈട്രജൻ കഴിഞ്ഞാണല്ലോ ഓക്സിജൻ വരുന്നത്, അപ്പം ഓക്സിജൻ്റെ അയണൈസേഷൻ എനർജി ആയിരിക്കുമല്ലോ കൂടുതൽ എന്ന് നമ്മൾ പഠിക്കും. പക്ഷേ ആക്ച്വലി ഓക്സിജൻ ആണോ അയണൈസേഷൻ എനർജി കൂടുതൽ? അല്ല. ഓക്സിജനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പം നൈട്രജൻ ആണ് അയണൈസേഷൻ എനർജി കൂടുതൽ. കാരണം എന്താണ്? നൈട്രജൻ്റെ കേസ് വരുമ്പോൾ അവർക്ക് ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അതിന് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ട്. അവിടുന്ന് ഒരു ഇലക്ട്രോണിനെ എടുത്ത് മാറ്റുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഓക്സിജനെക്കാട്ടിൽ ഇലക്ട്രോൺ അയണൈസേഷൻ എനർജി കൂടുതലായിരിക്കും ആർക്ക്? നൈട്രജന്. ഇങ്ങനെ ഓരോന്ന് പഠിക്കുന്ന സമയത്തും കുറേ എക്സെപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ അയണൈസേഷൻ എനർജിയുടെ ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ ഇലക്ട്രോൺ അഫിനിറ്റി പഠിക്കുന്ന സമയത്തായാലും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പഠിക്കുന്ന സമയത്തായാലും നമ്മൾ ഓർഡറിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാലും ഗ്രൂപ്പിൽ ഇങ്ങനെ സംഭവിക്കും, പീരീഡിൽ ഇങ്ങനെ സംഭവിക്കും എന്നുള്ളത് ഓവറോൾ നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാലും ചില എലമെൻറ്റ്സ് ചില ഗ്രൂപ്പിലും പീരീഡിലും ചില എക്സെപ്ഷൻസ് കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള എക്സെപ്ഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഇപ്പോൾ +2 ലെവലിലുള്ള ടെക്സ്റ്റ് എടുത്ത് നോക്കിയാൽ തന്നെ ഈ എക്സെപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടിക്കോളും. അപ്പോൾ അങ്ങനെയുള്ള എക്സെപ്ഷൻസ് ഓരോ പീരിയോഡിക് പ്രോപ്പർട്ടിയിൽ നിങ്ങൾ നോക്കി വെച്ചിരിക്കുക. ആ എക്സെപ്ഷൻസ് എടുത്തിട്ടായിരിക്കും അവർ ചോദ്യങ്ങൾ ചോദിക്കുക. നമ്മളെ തെറ്റിക്കാനായിട്ട് എക്സെപ്ഷൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പം ഇങ്ങനെ ഗ്രൂപ്പിലും പീരീഡിലും എന്ത് സംഭവിക്കുക എന്നുള്ളത് പഠിച്ചു വെച്ചേക്കുക. അതുകൂടാണ്ട് ആരെങ്കിലും എക്സെപ്ഷൻസ് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ പ്രത്യേകം ഒന്ന് ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഒരു എക്സെപ്ഷണൽ കേസാണ് നമുക്ക് ഈ ഒരു ചോദ്യത്തിലും ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താ ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറഞ്ഞാൽ. Electron affinity is the amount of energy released when an electron is added to a neutral atom in a gas phase. Generally, elements with a higher electronegativity tend to have higher electron affinity. അപ്പോൾ എന്താണ് ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറഞ്ഞാൽ? It is the amount of energy released when an electron is added to a neutral atom in a gas state. അപ്പോൾ ഒരു ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള ഒരു ന്യൂട്രൽ ആറ്റത്തിലേക്ക് നമ്മളൊരു ഇലക്ട്രോണിനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ആ ഇലക്ട്രോണിനെ ആഡ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ എന്തുമാത്രം എനർജി റിലീസ്ഡ് ആയോ, ഓക്കെ, ദാറ്റ് എമൗണ്ട് ഓഫ് എനർജി ഈസ് കോൾഡ് എന്ത്? ഇലക്ട്രോൺ അഫിനിറ്റി. സോ ഇലക്ട്രോൺ അഫിനിറ്റി ഈസ് ഡിഫൈൻഡ് as the amount of energy released when
എന്താ, an electron is added to a neutral gaseous atom. ഒരു ന്യൂട്രൽ ഗേഷ്യസ് ആറ്റത്തിലേക്ക് ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യുമ്പം അവിടെ റിലീസ് ആവുന്ന ആ ഒരു എമൗണ്ട് ഓഫ് എനർജി, അതാണ് എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോൺ അഫിനിറ്റി. അപ്പോൾ നമ്മൾ യൂഷ്വലി പഠിച്ചു വെച്ചിരിക്കുന്നത് ഇലക്ട്രോൺ അഫിനിറ്റിയും ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും ഒരേ രീതിയിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലുള്ളവർക്ക് യൂഷ്വലി ഇലക്ട്രോൺ അഫിനിറ്റിയും കൂടുതലായിരിക്കും, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവുള്ളവർക്ക് യൂഷ്വലി ഇലക്ട്രോൺ അഫിനിറ്റിയും കുറവായിരിക്കും. അങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ എമോങ് ദീസ് ഫ്ലൂറിൻ ആൻഡ് ക്ലോറിൻ are halogens which typically have higher electron affinities. അപ്പോൾ നമ്മൾ യൂഷ്വലി പഠിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഇങ്ങനെ താഴ്ത്ത് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇവരുടെ സൈസിന് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, താഴ്ത്ത് വരുമല്ലേ, അപ്പോൾ സൈസ് കൂടുകയാണ് അല്ലേ. അപ്പോൾ ഇലക്ട്രോൺ അഫിനിറ്റി ആയാലും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആയാലും നമ്മൾ എങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്, ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതിനനുസരിച്ചിട്ട് ഇലക്ട്രോൺ അഫിനിറ്റി ആയാലും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആയാലും എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇലക്ട്രോൺ അഫിനിറ്റി ആയാലും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആയാലും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്നതിനനുസരിച്ചിട്ട് അവരുടെ സൈസ് കുറഞ്ഞു വരികയാണ്. പക്ഷേ സൈസ് കുറഞ്ഞു വരുന്നതിനനുസരിച്ചിട്ട് അവരുടെ ഇലക്ട്രോൺ അഫിനിറ്റി ആയാലും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആയാലും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് എലോങ് ദ പീരീഡ് ഇലക്ട്രോൺ അഫിനിറ്റി കൂടുകയാണ്, എലോങ് ദി ഗ്രൂപ്പ് ഇലക്ട്രോൺ അഫിനിറ്റി കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇലക്ട്രോൺ അഫിനിറ്റി കുറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ വരുന്ന ആൾക്കായിരിക്കുമല്ലോ ഇലക്ട്രോൺ അഫിനിറ്റി ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും ഫ്ലൂറിനാണ് ഇലക്ട്രോൺ അഫിനിറ്റി ഏറ്റവും കൂടുതലുള്ളത്. ഓക്കെ, കാരണം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്, ഒരു ഗ്രൂപ്പിൽ ടോപ്പ് ടു ബോട്ടം വരുന്നതിനനുസരിച്ചിട്ട് ഇലക്ട്രോൺ അഫിനിറ്റി കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആൾക്കായിരിക്കുമല്ലോ ഏറ്റവും ഇലക്ട്രോൺ അഫിനിറ്റി കൂടുതൽ. അപ്പം ഫ്ലൂറിനും ക്ലോറിനും ഒക്കെ അത്യാവശ്യം നല്ല ഇലക്ട്രോൺ അഫിനിറ്റി ഉള്ള ആളുകളാണ്. അതിൽ തന്നെ ഫ്ലൂറിന് ഏറ്റവും മുകളിൽ വന്നുകൊണ്ട് നമ്മൾ അങ്ങ് തീരുമാനിച്ചു ഫ്ലൂറിനായിരിക്കും ഏറ്റവും ഇലക്ട്രോൺ അഫിനിറ്റി കൂടുതലുള്ളതെന്ന്. പക്ഷേ നോക്കുക, ഫ്ലൂറിൻ ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ഹാവ് ഹൈ ഇലക്ട്രോൺ അഫിനിറ്റി ഡ്യൂ ടു ഇറ്റ്സ് ഹൈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആൻഡ് സ്മോൾ അറ്റോമിക് size. Chlorine, although chlorine is larger than fluorine, it has a higher electron affinity than fluorine because the energy released when gaining an electron is greater due to the less electron repulsion in its outer shell. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഫ്ലൂറിൻ, ക്ലോറിൻ, ഇപ്പോൾ ഫ്ലൂറിൻ്റെ സൈസ് ചെറുതാണ്, അതിനെക്കാട്ടി കുറച്ചും കൂടെ വലുതാണ് ആര്, ക്ലോറിൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫ്ലൂറിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു എന്താണ് ഇലക്ട്രോൺ അഫിനിറ്റി, ഒരു ന്യൂട്രൽ ഗേഷ്യസ് ആറ്റത്തിലേക്ക് ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യുമ്പോൾ അവിടെ നിന്നും റിലീസ് ചെയ്യുന്ന എനർജിയുടെ എമൗണ്ട് ആണ് ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ ഫ്ലൂറിൻ്റെ കേസിൽ നിങ്ങളൊന്ന് നോക്കിക്കേ, സൈസ് വളരെ ചെറിയ സൈസുള്ള ഒരാളാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഫ്ലൂറിനകത്തോട്ടൊരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യുമ്പം അവിടെ യൂഷ്വലി ചെറിയ സൈസാണ്, അപ്പോൾ എല്ലാവരും അടുത്തടുത്തിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ റിപ്പൾഷൻ നടക്കാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ആ ഇലക്ട്രോൺ റിപ്പൾഷൻ നടക്കുന്നത് മുഖാന്തരം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന അത്ര ഒരു എനർജി ഇവിടെ റിലീസ് ചെയ്യുന്നില്ല. അതായത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിൽ കുറച്ച് എമൗണ്ട് ഓഫ് എനർജി മാത്രമേ അവിടെ റിലീസ് ചെയ്യുന്നുള്ളൂ. അതായത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ അഫിനിറ്റിയിൽ നിന്നും അവിടുത്തെ ഇലക്ട്രോൺ അഫിനിറ്റി ഒന്ന് കുറയുന്നു. പക്ഷേ ക്ലോറിൻ്റെ കേസ് നിങ്ങൾ നോക്കിക്കേ, ക്ലോറിൻ്റെ കേസ് ഫ്ലൂറിൻ്റെ സൈസിനെക്കാട്ടിൽ കുറച്ചും കൂടെ വലുതാണ് ക്ലോറിൻ. അപ്പോൾ ഇവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന അത്ര ഇലക്ട്രോൺ റിപ്പൾഷൻ ഇവിടെ കാണത്തില്ല, കുറച്ച് കുറവായിരിക്കും. കാരണം സൈസ് ഇച്ചിരി വലുതായി, അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മൂവ് ചെയ്യാൻ കുറച്ച് സ്പേസ് കിട്ടി. അപ്പോൾ അവർക്കിടയിലുള്ള കൂട്ടിയിടികൾ കുറഞ്ഞു, ഇലക്ട്രോൺ റിപ്പൾഷൻ കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ റിപ്പൾഷൻ കുറയുന്നത് കൊണ്ട് തന്നെ ഇവിടെ നമ്മളൊരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും റിലീസ് ചെയ്യുന്ന എനർജി അത്യാവശ്യം കൂടുതലായിരിക്കും കമ്പയർഡ് ടു ഫ്ലൂറിൽ റിലീസ് ചെയ്യുന്ന എനർജിയെക്കാട്ടിൽ കൂടുതൽ എനർജി എവിടെ നിന്നും റിലീസ് ചെയ്യും, ക്ലോറിനിൽ എന്നും പറഞ്ഞ് എല്ലാ ഗ്രൂപ്പിലും ഇതാണ് സംഭവിക്കുന്നത് എന്ന് ഓർക്കരുത്. ഇവിടെ ഫ്ലൂറിൻ്റെ സൈസ് അത്രത്തോളം ചെറിയ സൈസാണ്, അതുകൊണ്ടാണ് ഇവിടെ ഇലക്ട്രോൺ റിപ്പൾഷൻ കൂടുകയും നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര എനർജി അവിടെ നിന്ന് റിലീസ് ചെയ്യാതെ വരികയും ചെയ്യുന്നത്. അത് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്ലോറിൻ അത്യാവശ്യം കുറച്ചും കൂടെ വലിയ സൈസാണ്. അപ്പോൾ ഇലക്ട്രോൺ റിപ്പൾഷനുള്ള ചാൻസസ് അവിടെ കുറഞ്ഞു. അങ്ങനെ ചാൻസസ് കുറഞ്ഞപ്പോഴത്തേന് എന്ത് സംഭവിച്ചു, ഇലക്ട്രോൺ റിപ്പൾഷനുള്ള ചാൻസസ് അവിടെ കുറഞ്ഞപ്പോഴത്തേന് അവിടെ കൂടുതൽ എനർജി റിലീസ് ചെയ്തു. സോ കൂടുതൽ ഇലക്ട്രോൺ അഫിനിറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്, ക്ലോറിനാണ്, ഫ്ലൂറിനല്ല. ക്ലോറിനാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എലമെൻറ്റ് വിത്ത് മാക്സിമം ഇലക്ട്രോൺ അഫിനിറ്റി ആരാണ്, ക്ലോറിനാണ് കേട്ടോ, ഫ്ലൂറിനല്ല ക്ലോറിനാണ്. ഓക്കെ, ബട്ട് ഫ്ലൂറിൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ്. ഈ പോയിന്റ് കൂടെ നോക്കി വെച്ചേക്കുക. അപ്പോൾ ഇലക്ട്രോൺ അഫിനിറ്റി ആണ് ചോദിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ ഇലക്ട്രോൺ റിപ്പൾഷൻ കാരണം ഫ്ലൂറിനെക്കാട്ടിലും ഇലക്ട്രോൺ അഫിനിറ്റി ആർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, ക്ലോറിന് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇനി ഇലക്ട്രോൺ നെഗറ്റീവ് എലമെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ മോർ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉള്ളത്
ആർക്കാണെന്ന് ചോദിച്ചാൽ അത് ഫ്ലൂറിൻ തന്നെയാണ് കേട്ടോ. മോർ ഇലക്ട്രോൺ നെഗറ്റീവ് എലമെന്റ് ചോദിച്ചാൽ ഫ്ലൂറിൻ, മോർ ഇലക്ട്രോൺ അഫിനിറ്റി ഉള്ള എലമെന്റ് ചോദിച്ചാൽ ക്ലോറിൻ ആണ്. ഇത് നിങ്ങൾ ചേഞ്ച് ചെയ്തേക്കണേ, ഇത് ഫ്ലൂറിൻ അല്ല, ഇത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആണെന്ന് പറഞ്ഞിട്ടാണ് ഫ്ലൂറിൻ മാർക്ക് ചെയ്തേക്കുന്നത്, ഇലക്ട്രോൺ അഫിനിറ്റി അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്ലോറിൻ ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ദി മെറ്റൽ സർഫസ് ഓൺ എക്സ്പോഷർ ടു റേഡിയേഷൻ ഈസ് കോൾഡ്. അപ്പോൾ ഇവിടെ ഒരു പ്രോസസ്സിൻ്റെ ഡെഫിനിഷനാണ് കൊടുത്തിട്ടുള്ളത്. എമിഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം ദി മെറ്റൽ സർഫസ് ഓൺ എക്സ്പോഷർ ഓഫ് റേഡിയേഷൻസ് ഒരു മെറ്റൽ സർഫസിലേക്ക് വന്ന് പതിക്കുമ്പോൾ ആ മെറ്റൽ സർഫസിൽ നിന്നും ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോൺസിനെ പുറത്തേക്ക് വിടുന്നുണ്ട്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്ത്? റേഡിയോ ആക്ടിവിറ്റി എന്നാണോ, കോംപ്റ്റൺ ഇഫക്റ്റ് എന്നാണോ, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്നാണോ, സീമാൻ ഇഫക്റ്റ് എന്നാണോ? എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം എ മെറ്റൽ സർഫസ് വെൻ എക്സ്പോഷർ ടു റേഡിയേഷൻസ്. ഒരു മെറ്റൽ സർഫസ് റേഡിയേഷൻസുമായിട്ട് എക്സ്പോഷർ ആവുന്ന സമയത്ത് ആ മെറ്റൽ സർഫസിൽ നിന്നും ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യുന്നു, എമിറ്റ് ചെയ്യുന്നു. ഈ പ്രക്രിയയെ വിളിക്കുന്ന പേര് റേഡിയോ ആക്ടിവിറ്റി ആണോ, കോംപ്റ്റൺ ഇഫക്റ്റ് ആണോ, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആണോ, സീമാൻ ഇഫക്റ്റ് ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം ഈ പറയുന്ന പ്രോസസ്സുകളൊക്കെ എന്താണ്, ഇവിടെ എല്ലാം എന്താണ് നടക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം, അതിനുശേഷം ആൻസറിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ ഓപ്ഷനിൽ റേഡിയോ ആക്ടിവിറ്റി ആയിരുന്നു കൊടുത്തിരുന്നത് അല്ലേ. അപ്പോൾ എന്താണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ? ദ ഫിനോമിനൻ ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ ഓഫ് ആക്റ്റീവ് റേഡിയേഷൻ ഫ്രം സർട്ടൺ സബ്സ്റ്റൻസസ് ഈസ് കോൾഡ് റേഡിയോ ആക്ടിവിറ്റി. എന്താണ്? ഒരു സബ്സ്റ്റൻസിൽ നിന്നും ആക്റ്റീവ് റേഡിയേഷൻസ് സ്പോണ്ടേനിയസ് ആയിട്ട് എമിറ്റ് ചെയ്യുന്ന റേഡിയോ ആക്റ്റീവ് റേഡിയേഷൻസ് അല്ലെങ്കിൽ ആക്റ്റീവ് റേഡിയേഷൻസ് ഒരു സബ്സ്റ്റൻസിൽ നിന്നും സ്പോണ്ടേനിയസ്ലി റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അത്തരത്തിലുള്ള ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഒരു കഴിവിനെ വിളിക്കുന്ന പേരാണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇത് എമിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളെ, ഏത് സബ്സ്റ്റൻസിൽ നിന്നാണോ റേഡിയോ ആക്ടിവിറ്റി അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നത് ആ സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ്. ഇതായിരുന്നു നമ്മുടെ ചോദ്യം? അല്ല. റേഡിയേഷൻസ് മെറ്റൽ സർഫസിൽ വന്ന് പതിക്കുമ്പോൾ മെറ്റൽ സർഫസിൽ നിന്നും ഇലക്ട്രോൺസിനെ ഇജക്റ്റ് ചെയ്യുന്ന പ്രക്രിയയായിരുന്നു നമ്മളോട് ചോദിച്ചിരുന്നത്. പക്ഷേ റേഡിയോ ആക്ടിവിറ്റി അതല്ല. ഒരു സബ്സ്റ്റൻസിൻ്റെ സർഫസിൽ നിന്നും ആക്റ്റീവായിട്ടുള്ള റേഡിയേഷൻസ് സ്പോണ്ടേനിയസ്ലി എമിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റേഡിയോ ആക്റ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ചോദ്യം? അല്ല. അപ്പം റേഡിയോ ആക്ടിവിറ്റി അല്ല എന്തായാലും ഉത്തരം. ഇനി അടുത്തത് കോംപ്റ്റൺ ഇഫക്റ്റ്. എന്താണ് കോംപ്റ്റൺ ഇഫക്റ്റ്? Compton effect is defined as the effect that is observed when X-rays or gamma rays are scattered on a material with increase in wavelength. അപ്പോൾ എന്താണ് കോംപ്റ്റൺ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ എഫക്റ്റ് ദാറ്റ് ഈസ് ഒബ്സർവ്ഡ് വെൻ, എപ്പോഴാണ് കോംപ്റ്റൺ ഇഫക്റ്റ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുക? വെൻ എക്സ്-റേസ് ഓർ ഗാമ റേസ് ആർ സ്കാറ്റേർഡ് ഓൺ എ മെറ്റീരിയൽ വിത്ത് ആൻ ഇൻക്രീസ് ഇൻ വേവ് ലെങ്ത്. വേവ് ലെങ്ത്തിൽ ഒരു ചേഞ്ച്, ഒരു ഇൻക്രീസ് ഉണ്ടാവുന്നതിനനുസരിച്ചിട്ട് എക്സ്-റേസ് ഓർ ഗാമ റേസ് ഒരു മെറ്റീരിയലിൻ്റെ സർഫസിൽ സ്കാറ്റേർഡ് ആവുന്നു. ആ ഒരു പ്രോസസ്സാണ് എന്ത്? കോംപ്റ്റൺ ഇഫക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം കോംപ്റ്റൺ ഇഫക്റ്റിൽ എക്സ്-റേസ് ഓർ ഗാമ റേസിൻ്റെ കാര്യമാണ് പറയുന്നത്. അതിൻ്റെ സ്കാറ്ററിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഫക്റ്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദി വേവ് ലെങ്ത്. വേവ് ലെങ്ത്തിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ് കോംപ്റ്റൺ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുമാണോ? അല്ല. ഒരു മെറ്റൽ സർഫസിൽ നിന്ന് റേഡിയേഷൻസ് വന്ന് പതിക്കുമ്പം ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യുന്നു. അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. ഇവിടെ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിൽ എക്സ്-റേസ് അല്ലെങ്കിൽ ഗാമ റേസ് സ്കാറ്റർ ചെയ്യുന്നു ഡ്യൂ ടു ദി ഇൻക്രീസ് ഇൻ വേവ് ലെങ്ത്. അതിനെയാണ് നമ്മൾ കോംപ്റ്റൺ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുമല്ല നമ്മുടെ ആൻസർ. അടുത്തത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്? ഇറ്റ് ഈസ് എ ഫിനോമിനൻ ഇൻ വിച്ച് ദി ഇലക്ട്രോൺസ് ആർ ഇജക്റ്റഡ് ഫ്രം ദി സർഫസ് ഓഫ് എ മെറ്റൽ വെൻ ലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ് ഓൺ ഇറ്റ് ആൻഡ് ദ ഇജക്റ്റഡ് ഇലക്ട്രോൺസ് ഈസ് കോൾഡ് ഫോട്ടോ ഇലക്ട്രോൺസ് അല്ലേ. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലേ. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലൈറ്റ്, ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത് ഉള്ള ഒരു ലൈറ്റ് ഒരു മെറ്റൽ സർഫസിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോഴത്തേന് ആ മെറ്റൽ സർഫസിൽ നിന്നും ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നു? ഇജക്റ്റ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ആ ഒരു സർഫസിൽ നിന്നും ഇജക്റ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രോൺസ്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ആൻസർ നമുക്ക് ഉറപ്പായി ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആണെന്ന്. ഇനി അടുത്ത നമ്മുടെ ഓപ്ഷനിലുള്ള ആളെയും കൂടെ ഒന്ന് നോക്കാം. സീമാൻ ഇഫക്റ്റ്. സീമാൻ ഇഫക്റ്റ് പഠിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ സ്റ്റാർക്ക് ഇഫക്റ്റും കൂടെ പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ എന്താണ് ഈ സീമാൻ ഇഫക്റ്റും സ്റ്റാർക്ക് ഇഫക്റ്റും? ഇതും ചോദ്യത്തിൽ സാധാരണ ചോദ്യങ്ങൾ വരാറുള്ളതാണ് കേട്ടോ. സീമാൻ ഇഫക്റ്റ് സ്റ്റാർക്ക് ഇഫക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത്. അപ്പോൾ എന്താണ് സീമാൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ? സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഇൻ ദി മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ സ്പെക്ട്രൽ ലൈൻസിൻ്റെ സ്പ്ലിറ്റിങ്ങിനെയാണ് നമ്മൾ സീമാൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് സ്റ്റാർക്ക് ഇഫക്റ്റ് എന്ന് പറയുന്നതും സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ആണ്, പക്ഷേ ഇൻ ദി പ്രസൻസ് ഓഫ്
ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിലാണ് സ്പെക്ട്രൽ ലൈൻസിൻ്റെ സ്പ്ലിറ്റിംഗ് നടക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ സ്റ്റാർക്ക് ഇഫക്റ്റ് എന്ന് പറയുന്നു. ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിലാണ് സ്പെക്ട്രൽ ലൈൻസിൻ്റെ സ്പ്ലിറ്റിംഗ് നടക്കുന്നതെങ്കിൽ നമ്മളതിനെ സീമാൻ ഇഫക്റ്റ് എന്നും പറയുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് സീമാൻ ഇഫക്റ്റ്, എന്താണ് സ്റ്റാർക്ക് ഇഫക്റ്റ്, ക്ലിയർ ആണല്ലോ. അപ്പോൾ സീമാൻ ഇഫക്റ്റ് ഈസ് ദ സ്പ്ലിറ്റിംഗ് ഓഫ് ദി സ്പെക്ട്രൽ ലൈൻസ് ഇൻ ദി പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് സ്റ്റാർക്ക് ഇഫക്റ്റ് ഈസ് ദ സ്പ്ലിറ്റിംഗ് ഓഫ് ദി സ്പെക്ട്രൽ ലൈൻസ് ഇൻ ദി പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ ആണേ. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആണ്. എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ദി മെറ്റൽ സർഫസ് ഓൺ ദി എക്സ്പോഷർ ഓഫ് റേഡിയേഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ദ മെറ്റൽ യൂസ്ഡ് ഇൻ സ്റ്റോറേജ് ബാറ്ററി. സ്റ്റോറേജ് ബാറ്ററിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റൽ ഏതാണ് എന്നാണ് ചോദ്യം. ടിന്നാണോ, കോപ്പറാണോ, നിക്കലാണോ, ലെഡാണോ എന്നാണ് ചോദ്യം. ഓക്കെ, മെറ്റൽ യൂസ്ഡ് ഇൻ സ്റ്റോറേജ് ബാറ്ററി. ടിന്ന്, കോപ്പർ, നിക്കൽ ആൻഡ് ലെഡ്. നോക്കിക്കേ അപ്പം. സ്റ്റോറേജ് ബാറ്ററി, ഓൾസോ നോൺ as rechargeable batteries, is an electrochemical cell or a group of electrochemical cells that converts chemical energy by reversible chemical reactions, and they can be recharged again by passing direct current through it in the direction opposite to that of its discharge. അപ്പോൾ സ്റ്റോറേജ് ബാറ്ററിയിൽ യൂസ് ചെയ്യുന്ന മെറ്റലാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സ്റ്റോറേജ് ബാറ്ററി എന്ന് പറഞ്ഞാൽ ഏത് തന്നെയാണ്? നമ്മുടെ റീചാർജബിൾ ബാറ്ററിയാണ്. നമ്മൾ വൺ ടൈം യൂസിന് വേണ്ടി ഉപയോഗിക്കുന്ന ബാറ്ററീസ് അല്ല, നമുക്ക് റീചാർജ് ചെയ്ത് വീണ്ടും ഫർദർ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ബാറ്ററീസ് ആണ് എന്ത്? നമ്മുടെ റീചാർജബിൾ ബാറ്ററീസ്. ആ റീചാർജബിൾ ബാറ്ററീസ് ആണ് എന്ത്? സ്റ്റോറേജ് ബാറ്ററീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാപ്ടോപ്പിൽ, മൊബൈൽ ഫോണുകളിൽ, നമ്മുടെ ടോർച്ചിൽ, നമ്മുടെ എമർജൻസിയിൽ, ഇങ്ങനെയുള്ളിടത്തെല്ലാം യൂസ് ചെയ്യുന്ന ബാറ്ററീസ് ആണ് ഈ റീചാർജബിൾ ബാറ്ററി അല്ലെങ്കിൽ സ്റ്റോറേജ് ബാറ്ററി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് റിവേഴ്സിബിൾ ആണ്. വൺസ് ഇത് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ചാർജ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും അല്ലേ, അതുകൊണ്ട് റിവേഴ്സിബിൾ ആണ്. One of the examples of storage battery is the lead acid batteries, and this is the best non-rechargeable batteries in which lead electrode is used as the anode, lead dioxide is used as the cathode, and H2SO4 is used as the electrolyte. നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു റീചാർജബിൾ ബാറ്ററി അല്ലെങ്കിൽ സ്റ്റോറേജ് ബാറ്ററി എന്ന് പറയുന്നത് ലെഡ് ആസിഡ് ബാറ്ററീസ് ആണ് കേട്ടോ. മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റോറേജ് ബാറ്ററി അല്ലെന്നുണ്ടെങ്കിൽ റീചാർജബിൾ ബാറ്ററി എന്ന് പറയുന്നത് ഈ ലെഡ് ആസിഡ് ബാറ്ററീസ് ആണ്. ആൻഡ് ഇവരിൽ നമ്മൾ ആനോഡും കാത്തോഡും അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് ആയിട്ടും യൂസ് ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. ലെഡ് ആസിഡ് ബാറ്ററീസിൽ ലെഡ് ഇലക്ട്രോഡുകളെയാണ് നമ്മൾ ആനോഡുകളായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ലെഡ് ഡയോക്സൈഡിനെയാണ് നമ്മൾ കാത്തോഡായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് H2SO4നെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിരുന്നത് എന്തായിരുന്നു ചോദ്യത്തിൽ? മെറ്റൽ യൂസ്ഡ് ഇൻ സ്റ്റോറേജ് ബാറ്ററി. സ്റ്റോറേജ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന മെറ്റൽ ഏതാണ് എന്നായിരുന്നു ചോദ്യം. ഏതായിരുന്നു അപ്പം? ലെഡാണ് സ്റ്റോറേജ് ബാറ്ററീസിൽ യൂസ് ചെയ്യുന്ന മെറ്റൽ. ലെഡ് ആസിഡ് ബാറ്ററീസ് ആണ് മോസ്റ്റ് കോമൺ എക്സാമ്പിൾ. അവിടെ തന്നെ ലെഡ് ഇലക്ട്രോഡിനെ നമ്മൾ ആനോഡായിട്ടും അതുപോലെ തന്നെ ലെഡ് ഡയോക്സൈഡിനെ നമ്മൾ കാത്തോഡായിട്ടും സൾഫ്യൂരിക് ആസിഡിനെ നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ടുമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ലെഡാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്, ഓപ്ഷൻ ഡി. ഓക്കെ ആണേ. പിന്നെ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. എത്തനോൾ ആൻഡ് എൻഹെപ്റ്റൈൻ സൊല്യൂഷൻസ് ആർ എക്സാമ്പിൾസ് ഓഫ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഒരു പഴയ PSC എക്സാമിന്, നമ്മുടെ ഡിഗ്രി ലെവലിൽ നടന്ന ഏതോ ഒരു PSC എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എത്തനോളും എൻഹെപ്റ്റൈൻ കോമ്പിനേഷനിലുള്ള സൊല്യൂഷൻ ഏത് കാറ്റഗറിയുടെ എക്സാമ്പിളായിട്ട് പരിഗണിക്കാം? ഐഡിയൽ സൊല്യൂഷൻ ആണോ, നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് പോസിറ്റീവ് ഡീവിയേഷൻ ആണോ, നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് നെഗറ്റീവ് ഡീവിയേഷൻ ആണോ, നൺ ഓഫ് ദി എബവ് ആണോ? ഓക്കെ, അപ്പോൾ എത്തനോളും എൻഹെപ്റ്റൈനും ചേർന്ന ലായനി ഏതിൻ്റെ ഉദാഹരണമാണ്, എന്തിൻ്റെ ഉദാഹരണമാണ്? ഐഡിയൽ സൊല്യൂഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് പോസിറ്റീവ് ഡീവിയേഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് നെഗറ്റീവ് ഡീവിയേഷൻ, ഇതൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ഇതിലേത് കാറ്റഗറിയിലാണ് എത്തനോളും എൻഹെപ്റ്റൈനും വരുന്നത് എന്നാണ് ചോദ്യം. അപ്പം നമുക്ക് ആദ്യം ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം, അതിനുശേഷം നമുക്ക് ആൻസറിലോട്ട് പോവാം. ഓക്കെ, കുറച്ചധികം കാര്യങ്ങളുണ്ട്, പറയുന്ന ഓരോ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് റൗൾസ് ലോ, ഹെൻറീസ് ലോ റിലേറ്റഡ് ആയിട്ട് സ്ഥിരമായിട്ട് ഡിഗ്രി ലെവൽ എക്സാംസിന് ചോദ്യം വരുന്നതാണ്. കൃത്യമായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് നല്ല വൃത്തിയായിട്ട് പഠിച്ചിരിക്കേണ്ട രണ്ട് കൺസെപ്റ്റുകളാണ് ഹെൻറീസ് ലോയും റൗൾസ് ലോയും. അപ്പോൾ ഈ ഒരു ചോദ്യം തന്നെ നമ്മുടെ റൗൾസ് ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സോ നമുക്ക് റൗൾസ് ലോയുടെ കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒന്ന് പറഞ്ഞിട്ട് ആൻസറിലോട്ട് പോവാം. അപ്പോൾ നോക്കിക്കേ, റൗൾസ് ലോ എന്താ പറയുന്നത്? ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദി കമ്പോണൻസ് ഓഫ് എൻ ഐഡിയൽ മിക്സ്ചർ ഓഫ് ലിക്വിഡ്സ് ഈസ് ഈക്വൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദി വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ കമ്പോണൻറ്റ് ആൻഡ് ഇറ്റ്സ് സ്മോൾ ഫ്രാക്ഷൻ. എന്താ പറയുന്നത്? പാർഷ്യൽ പ്രഷർ ഓഫ് ദി കമ്പോണൻസ് ഓഫ് എൻ ഐഡിയൽ മിക്സ്ചർ P ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദി
വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ കമ്പോണൻറ്റ് ആൻഡ് മോൾ ഫ്രാക്ഷൻ പി ഈക്വൽ ടു പി സ്റ്റാർ അല്ലെങ്കിൽ P0 ഇൻറ്റു കൈ. ഇവിടെ കൈ എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ, P0 അല്ലെങ്കിൽ പി സ്റ്റാർ എന്ന് പറയുന്നത് വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ കമ്പോണൻറ്റ് ആൻഡ് പി എന്ന് പറയുന്നത് പ്രഷർ ഓഫ് ദി കമ്പോണൻസ് ഓഫ് ദി ഐഡിയൽ മിക്സ്ചർ ആണ് കേട്ടോ. പി എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് ദി കമ്പോണൻറ്റ്, പി സ്റ്റാർ അല്ലെങ്കിൽ P0 എന്ന് പറയുന്നത് വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ കമ്പോണൻറ്റ്, കൈ എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് ദി കമ്പോണൻറ്റ്. ഓക്കെ, ഇപ്പോൾ എ ബി രണ്ട് കമ്പോണൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കമ്പോണൻറ്റിന് നമുക്ക് PA ഈക്വൽ ടു P0A ഇൻറ്റു കൈ എന്നും രണ്ടാമത്തെ കമ്പോണൻറ്റിൻ്റെ PB ഈക്വൽ ടു P0B ഇൻറ്റു കൈ ബി എന്നും എഴുതാം. ഓക്കെ, by an ideal solution, we mean that one obey Raoult's law for a wide range of concentration and at a specified temperature. ഇനി ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സൊല്യൂഷൻ റൗൾട്ട്സ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. എല്ലാ കണ്ടീഷൻസ് ഓഫ് കോൺസെൻട്രേഷൻസ് ആൻഡ് ടെമ്പറേച്ചറിലും ഒരു സൊല്യൂഷൻ റൗൾട്ട്സ് ലോ ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സൊല്യൂഷനുകളെയാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് നോക്കി വെച്ചേക്കുക. ഐഡിയൽ സൊല്യൂഷൻ്റെ എക്സാമ്പിളുകൾ: methanol ethanol combination, mixture of N-hexane N-heptane, then mixture of benzene toluene, then mixture of bromoethane and chloroethane, then mixture of CCl4 and SiCl4, then mixture of chlorobenzene and bromobenzene, then mixture of ethyl bromide and ethyl iodide, then mixture of N-butyl chloride and N-butyl bromide. ഈ എക്സാമ്പിൾസ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. നമുക്ക് ചിലപ്പോൾ ചോദിക്കും തന്നിട്ടുള്ളതിൽ ഐഡിയൽ സൊല്യൂഷൻ്റെ എക്സാമ്പിൾ അല്ലാത്തത് ഏത്, അല്ലെങ്കിൽ ഐഡിയൽ സൊല്യൂഷൻ ഏത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പോൾ അത്യാവശ്യം ഇത്രയും വേണം ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇതെല്ലാം ഈ കൊടുത്തിട്ടുള്ളതെല്ലാം ഐഡിയൽ സൊല്യൂഷൻ്റെ എക്സാമ്പിളാണ്. കാരണം എൻ്റെ ടെമ്പറേച്ചർ ആൻഡ് കോൺസെൻട്രേഷൻ റേഞ്ചിൽ ഇവർ റൗൾട്ട്സ് ലോ ഒബേ ചെയ്യുന്നുണ്ട്. ഇനി പോസിറ്റീവ് ഡീവിയേഷൻസ് ഫ്രം റൗൾട്ട്സ് ലോ occurs when the vapor pressure of the components is greater than what is expected from റൗൾട്ട്സ് ലോ. ഇനി ചില സൊല്യൂഷൻസ് റൗൾട്ട്സ് ലോ എല്ലാ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലും ഒബേ ചെയ്യത്തില്ല. അവരെയാണ് നമ്മൾ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ നോൺ ഐഡിയൽ സൊല്യൂഷൻ തന്നെ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരുണ്ട്, നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരുണ്ട്. ഇപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റൗൾട്ട്സ് ലോ പ്രകാരം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വേപ്പർ പ്രഷറിൽ നിന്നും കൂടുതൽ വേപ്പർ പ്രഷറാണ് ഒരു സൊല്യൂഷൻ കാണിക്കുന്നതെങ്കിൽ നമുക്ക് പറയാം അവർ പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾട്ട്സ് ലോ ആണ് കാണിക്കുന്നതെന്ന് പറയാം. വെൻ ദ വേപ്പർ പ്രഷർ ഓഫ് ദി കമ്പോണൻറ്റ് ഗ്രേറ്റർ ദാൻ ദാറ്റ് എക്സ്പെക്റ്റഡ് ഫ്രം റൗൾട്ട്സ് ലോ. നമ്മൾ റൗൾട്ട്സ് ലോയിൽ എക്സ്പെക്ട് ചെയ്യുന്ന വേപ്പർ പ്രഷറിനെക്കാട്ടിൽ കൂടുതലാണ് അവർ കാണിക്കുന്ന വേപ്പർ പ്രഷർ എങ്കിൽ നമുക്ക് പറയാം അവർ പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾട്ട്സ് ലോ ആണ് കാണിക്കുന്നതെന്ന് പറയാം. ഇനി അതിൻ്റെ എക്സാമ്പിൾസ് ഒന്ന് നോക്കി വെച്ചേ. അസെറ്റോൺ കാർബൺ ഡൈസൾഫൈഡ് സൊല്യൂഷൻ, അതുപോലെ അസെറ്റോൺ ബെൻസീൻ സൊല്യൂഷൻ, ദെൻ കാർബൺ ടെട്രാക്ലോറൈഡ് ആൻഡ് ടോളുവീൻ സൊല്യൂഷൻ, അല്ലെങ്കിൽ കാർബൺ ടെട്രാക്ലോറൈഡ് ആൻഡ് ക്ലോറോഫോം സൊല്യൂഷൻ, ദെൻ മീഥൈൽ ആൽക്കഹോൾ ആൻഡ് വാട്ടർ, അസെറ്റോൺ ആൻഡ് എത്തനോൾ, എത്തനോൾ ആൻഡ് വാട്ടർ, എൻഹെപ്റ്റൈൻ ആൻഡ് എത്തനോൾ, ബെൻസീൻ ആൻഡ് മെത്തനോൾ. ഇത്രയും എക്സാമ്പിൾസ് നോക്കി വെച്ചേക്കുക. ഇത് ഇത്രയും എന്താണ് റൗൾട്ട്സ് ലോ അല്ലെങ്കിൽ ദ സൊല്യൂഷൻ വിച്ച് ഷോ പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾട്ട്സ് ലോയിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഈ എന്തായിരിക്കും ദോ സൊല്യൂഷൻ വിച്ച് ഷോസ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾട്ട്സ് ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ റൗൾട്ട്സ് ലോ പ്രകാരം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വേപ്പർ പ്രഷർ ഉണ്ടല്ലോ, അതിനെക്കാട്ടിലും കുറഞ്ഞ വേപ്പർ പ്രഷറാണ് സൊല്യൂഷൻസ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താണ് സൊല്യൂഷൻസ് വിച്ച് ഷോ നെഗറ്റീവ് ഡീവിയേഷൻസ് ഫ്രം റൗൾട്ട്സ് ലോ എന്ന് പറയുന്നത്. ഇനി നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന കുറച്ച് സൊല്യൂഷൻ്റെ എക്സാമ്പിൾസും കൂടി ഒന്ന് നോക്കിക്കേ. ക്ലോറോഫോം ആൻഡ് ബെൻസീന്, ക്ലോറോഫോം ആൻഡ് ഡൈഈതർ, അസെറ്റോൺ ആൻഡ് അനിലീന്, നൈട്രിക് ആസിഡ് ആൻഡ് വാട്ടർ, അസറ്റിക് ആസിഡ് ആൻഡ് പിരിഡീന്, HCl ആൻഡ് വാട്ടർ, അസെറ്റോൺ ആൻഡ് ക്ലോറോഫോം. ഈ എക്സാമ്പിൾസ് കൃത്യമായിട്ട് നോക്കി വെച്ചേക്കണേ. നമുക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ളതിൽ നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾട്ട്സ് ലോ കാണിക്കുന്ന ഉദാഹരണം നമുക്ക് തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ തന്നിരിക്കുന്നതിൽ പോസിറ്റീവ് ഡീവിയേഷൻസ് ഫ്രം റൗൾട്ട്സ് ലോ കാണിക്കുന്ന സൊല്യൂഷനെ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ തന്നിട്ടുള്ളതിൽ ഒരു ഐഡിയൽ സൊല്യൂഷനെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടെ നമ്മളോട് എന്തായിരുന്നു ചോദിച്ചിരുന്നത്? എത്തനോളും എൻഹെപ്റ്റൈനും ചേർന്ന ലായനി എന്നാണ് അല്ലേ. അപ്പം എത്തനോളും എൻഹെപ്റ്റൈനും ചേർന്ന ലായനി എന്തിൻ്റെ എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ പഠിച്ചത്? അതോ സൊല്യൂഷൻ വിച്ച് ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾട്ട്സ് ലോ. റൗൾട്ട്സ് ലോയിൽ നിന്നും പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആളുകൾക്ക് ഉദാഹരണമായിട്ടാണ് പഠിച്ചത് അല്ലേ. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഇറ്റ് ഈസ് എ നോൺ ഐഡിയൽ സൊല്യൂഷൻ. ഈ എത്തനോളും എൻഹെപ്റ്റൈൻ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു നോൺ ഐഡിയൽ സൊല്യൂഷനാണ്. ആൻഡ് ഈ നോൺ ഐഡിയൽ സൊല്യൂഷൻ പോസിറ്റീവ് ഡീവിയേഷനാണ് കാണിക്കുന്നത്. അതായത് നമ്മൾ റൗൾട്ട്സ് ലോ പ്രകാരം എക്സ്പെക്ട് ചെയ്ത വേപ്പർ പ്രഷർ എന്താണോ അതിൽ നിന്നും കൂടുതലായിട്ടുള്ള ഒരു വേപ്പർ പ്രഷറാണ് ഇവർ കാണിക്കുന്നത്. അതുകൊണ്ടാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ വിത്ത് പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ,
അപ്പോൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ അത് നിർബന്ധമായിട്ട് നിങ്ങൾ റൗൾട്ട്സ് ലോ പഠിച്ചു വെച്ചിരിക്കുക. റൗൾട്ട്സ് ലോയും നോക്കി വെച്ചേക്കുക, അതിൻ്റെ കണ്ടീഷൻസ് നോക്കി വെച്ചേക്കുക. പോസിറ്റീവ് ഡീവിയേഷൻ, നെഗറ്റീവ് ഡീവിയേഷൻ, ഇവിടെ നമ്മൾ ജസ്റ്റ് എക്സാമ്പിൾസ് മാത്രമേ പറഞ്ഞു പോയിട്ടുള്ളൂ. പക്ഷേ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന കണ്ടീഷൻസ് പഠിച്ചു വെച്ചേക്കുക, നെഗറ്റീവ് ഡീവിയേഷൻസ് കാണിക്കുന്ന കണ്ടീഷൻസ് പഠിച്ചു വെച്ചേക്കുക. അതുപോലെ ഐഡിയൽ സൊല്യൂഷനും നോൺ ഐഡിയൽ സൊല്യൂഷനും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സും നോക്കി വെച്ചേക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ കൂടിയാണ്. ഓക്കെ, അപ്പം ബാക്കി ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്